ഇപ്പോൾ സൗരവ് ഗാംഗുലി അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു തത്സമയം. സൗരവ് ഗാംഗുലി അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് എത്തി. നേരത്തെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നേരത്തെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്തായാലും CK വിനീതും മുഹമ്മദ് റാഫിയും ആദ്യ പ്ലേയിങ് 11 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റാക്കിനെ ഗോൾ കീപ്പറാക്കിയുള്ള പരീക്ഷണം കൂടിയാണ് അദ്ദേഹം നിലവിൽ നടത്തിയിരിക്കുന്നത്. ഒരിടവേള. എന്തായാലും 7 മണിയോടുകൂടി മത്സരം ആരംഭിക്കും. ശ്രീ സദീപൻ ബാലൻ, ഇവിടെ ലൈനപ്പ് ആയിട്ടുണ്ട്. എന്താവും കോപ്പൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ കോപ്പലിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. നമ്മൾ ഇതുവരെ കളിയെ വിലയിരുത്തുകയും ഇതുവരെ കോപ്പൽ ഇറക്കിയ ടീമിനെ ഒരു ലൈനപ്പ് വെച്ചുമൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും ഇസ്താഖ് അഹമ്മദ് പ്രഫുൽ പട്ടേൽ loving football and this is the future game of India, so I am very happy and it's nice to see Sachin promoting football, Ganguly promoting football, so you see all this is a change which is coming about, so I am happy. All the best. I want a team from Kerala to play I-League. Unfortunately nobody has come forward as yet. I have been talking to many people. I hope that there in future, next year at least, there is a I-League team from Kerala. Is there a deadline for new league? No, there is no deadline. We are trying to bring about some change, but I cannot give any deadline because there are lots of things which I have to look at, including the old legacy clubs which have been playing football. We have to marry the interest of the new and the old. But I am sure that we will find a solution. പ്രഫുൽ പട്ടേൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വരും പറഞ്ഞോളൂ സദീപൻ ബാൽ. അപ്പോൾ അതുകൊണ്ട് ഇസ്താഖ് അഹമ്മദ് ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ വരുന്ന ഒരു സാഹചര്യം, ഒരു സാധ്യതയും നമ്മൾ കൽപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ സന്ദീപ് നമ്പിക്ക് പകരം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയുടെ പെർഫോമൻസിൻ്റെ പോരായ്മകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം സ്റ്റാങ്ക് വന്ന് അപ്പോൾ മറ്റൊരു ഇന്ത്യൻ താരത്തെ അകത്തേക്ക് കൊണ്ടുവരണം. അത് ഇസ്താഖ് അഹമ്മദ് ആയിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി കോപ്പൽ ഈ പറഞ്ഞതുപോലെ ഇസ്താഖ് അഹമ്മദിനെ മധ്യനിരയിൽ മെഹ്താബ് ഹുസൈനോടൊപ്പം ചേർത്തിട്ട് നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ അറ്റാക്കിലേക്ക് പോകാതെ ഇസ്താഖ് അഹമ്മദിനെ ഡിഫൻസിൽ മെഹ്താബിനെ സഹായിക്കാനായിട്ട് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊരു 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറെ നിലനിർത്തിക്കൊണ്ട് വിങ്ങിൽ വിനീതും ബെൽഫോർട്ടും, മുന്നേറ്റ നിരയിൽ നാസനും റാഫിയുമുണ്ട്. റാഫി പരക്ക് ആണെങ്കിൽ പോലും നാസനും റാഫിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വിജയിച്ചാൽ ഹൈ ബോളുകൾ കണക്ട് ചെയ്യുന്നതിൽ റാഫി മിടുക്കനാണ്. അതുപോലെ ഗ്രൗണ്ട് ബോളുകൾ ഡ്രിബിൾ ചെയ്ത് ബോക്സിനുള്ളിൽ പോയി സ്കോർ ചെയ്യുന്നതിന് നാസനും മിടുക്കനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസീവ് 4 സ്ട്രോങ് ഡിഫൻഡർമാർ നമുക്ക് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മെഹ്താബിനെയും ഇസ്താഖ് അഹമ്മദിനെയും കൂടി 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കിക്കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആദ്യ പകുതിയിൽ കൽക്കട്ടയെ പിടിച്ചു നിർത്തുകയും രണ്ടാം പകുതിയിൽ ആഞ്ഞടിക്കുക അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഒരു ഗോൾ ജയമെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമായിരിക്കും കോപ്പലിൻ്റേത്. അതെ, ഈ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണോ നിലവിൽ കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും. കാരണം കൽക്കട്ടയുടെ മധ്യനിരയെയും ആക്രമണ നിരയെയും കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമും പോസ്റ്റിഗയും ലാറയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമ്മൾ പല മത്സരങ്ങളിലും കണ്ടിട്ടുണ്ട്. ഓൺ ടച്ച് ഫിനിഷിൽ ഗോൾ നേടാൻ കഴിയുന്ന താരങ്ങളാണ്. അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് വരുന്ന ബൊറിയെ ഫെർണാണ്ടസും സൊറാനോയും തീർച്ചയായിട്ടും അവർ അറ്റാക്കിലും ഡിഫൻസീവിലും ഒരേപോലെ കളിക്കുന്നവരാണ്.
വിങ്ങിൽ വരുന്ന അസ്ട്രാങ്കാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീഡിനെയും ഡ്രിബിളിങ്ങിനെയും പിടിച്ചു നിർത്താനായിട്ട് നല്ലൊരു ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡർ തന്നെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഡിഫൻസിലേക്ക് തന്നെ എടുക്കണം. കാരണം നമുക്ക് ഈ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കളി നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ വിങ്ങിൽ കൂടി ആക്രമിച്ചു വന്ന് നല്ല ക്രോസുകൾ കൊടുക്കുന്ന ഒരു അറ്റാക്കറോ നന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു കോമ്പിനേഷനോട് കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കർമാരോ നമ്മൾ അവസരങ്ങളിൽ നിന്ന് ഗോളുകൾ നേടുകയും മാത്രമല്ല ഇൻഡിവിജ്വൽ എഫേർട്ട് കൊണ്ട് ഗോളുകൾ നേടാനും കഴിയുന്നുള്ള കളിക്കാരാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അറ്റാക്കിംഗ് സമ്പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് എടുക്കുക. അതേസമയം കൽക്കട്ട പോലൊരു ടീമിനെ ഈ പറഞ്ഞതുപോലെ മിഡ്ഫീൽഡും അറ്റാക്കിംഗ് നിരയും സ്ട്രോങ് ആയ ഒരു ടീമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആദ്യം ഡിഫൻസീവ് തന്നെയാണ് നോക്കേണ്ടത്. സുദേശ്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാസിംഗ് ഗെയിമിന്റെ വക്താക്കളാണല്ലോ യഥാർത്ഥത്തിൽ കൊൽക്കത്ത. ഡ്രിബിളിങ്ങിനേക്കാൾ കൂടുതൽ 1 ടച്ച് 2 ടച്ച് പാസുകളിലൂടെ അവർ ലക്ഷ്യത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ടീം ഫോർമേഷനിൽ ഇതിനെ മറികടക്കാനുള്ള ഏതെങ്കിലും സാധ്യതകൾ അല്ലെങ്കിൽ വിദൂരമായ ലക്ഷ്യം കോപ്പൽ കണ്ടുവച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ കാണുന്ന ഇന്ന് കേരളത്തിൻ്റെ ലൈനപ്പിൽ കണ്ട അത്ഭുതം, ഇഷ്ഫാഖ് അഹമ്മദ് ഒരു ചർച്ചയിലും ഒരു മാധ്യമങ്ങളും പരാമർശിക്കുക പോലും ചെയ്യാത്ത ഒരു താരത്തെ ഇടത് വിങ്ങിൽ കളിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൊൽക്കത്ത ലൈനപ്പിലും ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ജാവി ലാറ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, അദ്ദേഹം ഇല്ലാതെയാണ് ഇന്ന് ടീം ഇറങ്ങുന്നത്. പകരം ഇന്ത്യക്കാരനായ ജുവൽ രാജ ഷെയ്ഖിനെയാണ് പരീക്ഷിക്കുന്നത്. ഉയർന്നു വരുന്ന യുവതാരമായ അദ്ദേഹത്തെ കൊൽക്കത്ത ചില മത്സരങ്ങളിൽ കളിപ്പിച്ചിരുന്നു. വേണ്ടത്ര വിജയം കാണാത്തത് കൊണ്ട് മത്സരത്തിനിടയിൽ പിൻവലിക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് കൊൽക്കത്ത എതിരിക്കുന്നത് പ്രതിരോധത്തിൽ സെൻട്രൽ ഡിഫൻസിൽ 2 വിദേശ താരങ്ങളെ കൊണ്ടുവന്നു. കീഗൻ പെരേരയും ഒപ്പം തന്നെ പ്രീതം കോട്ടാലും 2 വിങ്ങുകളിലും കളിക്കുന്നു. റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങുമായി കളിക്കുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ച ബോർജ ഫെർണാണ്ടസിനെ അല്പം കയറി കളിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ജുവൽ രാജ, റാൾട്ടെ ഉണ്ട്. ഒപ്പം ദൗത്തി ഒരു നിരയിൽ. ഏറ്റവും നിർണായകമായി കാണുന്നത് പൊസ്റ്റിക എന്ന പലപ്പോഴും പെനാൽറ്റി ബോക്സിനകത്ത് മാത്രം വളരെ കണ്ണിങ്ങായി കളിക്കുന്ന അല്ലെങ്കിൽ ഗോൾ നേടാൻ മാത്രം വിരുത് കാണിക്കുന്ന പൊസ്റ്റിക എന്ന താരത്തെ അല്പം പിന്നിലേക്ക് വലിച്ച് ഹ്യൂമിനെയാണ് അദ്ദേഹം മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതും ഒരു തന്ത്രം എന്ന നിലയിൽ മൊളീനോയും കോപ്പലിനൊപ്പം തന്നെ തീർച്ചയായും അത് വളരെ അത്ഭുതമാണ്. എന്നാൽ പൊസ്റ്റിക എന്ന താരത്തെ നമുക്കറിയാം, അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് കയറിയോ ആ രീതിയിൽ കളിക്കുന്ന താരമല്ല. പലപ്പോഴും റീബൗണ്ടുകളോ അല്ലെങ്കിൽ കിട്ടുന്ന ക്രോസുകളും മറ്റും തൻ്റെതായ മികവ് കൊണ്ട് ഗോൾ അടിക്കാനുള്ള മികവ് കൊണ്ട് ഗോൾ നേടുന്നത്. ലോകോത്തര താരമാണ്, സമ്മതിക്കുന്നു, കുറച്ച് കാണുകയല്ല. എങ്കിൽ പോലും ഫിനിഷിങ്ങിൽ അപാര പാഠവുമുള്ള ഒരു താരമാണ്. അദ്ദേഹത്തെ പിന്നിലേക്ക് വലിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് മൊളീനോയുടെ മനസ്സിലിരിപ്പ് എന്ന് നമുക്ക് അത്ഭുതമുണ്ട്. എന്നാൽ ഇവിടെ പ്രതിരോധം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇഷ്ഫാഖ് അഹമ്മദിനെ കൊണ്ടുവന്നതിൻ്റെ തന്ത്രം ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ഇനി ഒരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ ഒരു മഞ്ഞക്കാർഡ് കാണുന്ന സാഹചര്യം പോലും ഉണ്ടെങ്കിൽ ദൗത്യയെ പോലെ അതിവേഗക്കാരനായ ഒരു താരത്തെ പൂട്ടാൻ ഇഷ്ഫാഖ് അഹമ്മദ് പോരാ എന്ന് ആരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും കോപ്പൽ നമ്മളെക്കാൾ 100 ഇരട്ടി ഈ കളിയെക്കുറിച്ച് പല വിശകലനങ്ങളും നടത്തി അത്തരത്തിലൊരു നിരയിറക്കുന്നത് വളരെ ആലോചിച്ചായിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും തന്ത്രങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. കളി തുടങ്ങുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ആ ഫോർമേഷനിൽ കളിക്കിടയിൽ ചില മാറ്റം വരുമോ എന്ന് പോലും പറയാൻ സാധിക്കില്ല. അസ്രാഖ് മെഹമ്മദിനെ അല്പം പിന്നിലേക്ക് ഇറക്കി ഇഷ്ഫാഖ് അഹമ്മദ് തന്നെ മേഹ്താബ് ഹുസൈനൊപ്പം വരുന്ന ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. കളിക്കിടയിൽ എന്ത് തന്ത്രമാണോ ഇനി ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ കളി തുടങ്ങുമ്പോൾ മാത്രമേ ഈ ഒരു ലൈനപ്പ് കൊണ്ട് എന്താണ് കോപ്പൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മൊളീനോ തൻ്റെ വ്യത്യസ്തമായ ജാവി ലാറയെ പോലെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ തൊടുത്ത താരമാണ് ജാവി ലാറ ഈ ISL-ൽ. അദ്ദേഹം 17ഓളം തവണ എതിർ പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് നിരവധി ബോക്സിന് പുറത്തു നിന്ന് നിരവധി ഗോളുകൾ പോലും നേടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഫ്രീ കിക്ക് എടുക്കുന്നതും അല്ലെങ്കിൽ കോർണറുകൾ എടുക്കുന്നതും എല്ലാം ജാവി ലാറയാണ്. നല്ല രീതിയിൽ കിക്കുകൾ ഡെഡ് ബോൾ കിക്കിങ്ങിൽ വിദഗ്ധനാണ്. ജാവി ലാറയെ മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങൾ തന്നെയാണ്. അല്പം പ്രതിരോധത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ സൂക്ഷിച്ച് കളിക്കാനാണോ മൊളീനോ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതും കൂടി സൂക്ഷിക്കണം. അദ്ദേഹത്തിന് നല്ലൊരു ആക്രമണം ഉള്ളത് കൊണ്ട് തന്നെ പ്രതിരോധത്തിൽ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പം സംഭവിക്കാനില്ല. എന്നാൽ കേരളത്തെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രതിരോധം ഭദ്രമാക്കുക എന്നുള്ളതാണ് കൂടുതൽ വലിയ ലക്ഷ്യം. ഗോൾ വഴങ്ങാതിരിക്കുക, വലിയ മികച്ച ഒരു ആക്രമണം എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുള്ള ഒരു അറ്റാക്കിംഗ് നമുക്ക് സാധ്യമല്ല. കിട്ടുന്ന അവസരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് പ്രതിരോധം ഭദ്രമാക്കിയുള്ള ഒരു ശൈലി തന്നെയായിരിക്കും. അതിൽ ഇഷ്ഫാഖ് അഹമ്മദ് എങ്ങനെയാണ് അവിടെ കണ്ണിചേരുക എന്നുള്ളത് കളി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. യെസ്, കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്ന് മനു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു, ടീം ലൈനപ്പ് ആയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
തീർച്ചയായിട്ടും അരുണെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് 4-4-2 എന്ന സ്ഥിരം ഫോർമേഷനിൽ തന്നെ ആയിരിക്കും ടീമിനെ ഇറക്കുക എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഒരു പക്ഷേ ഈ കളിക്കളത്തിൽ തന്ത്രങ്ങൾ മാറ്റമുണ്ടോ എന്നറിയില്ല. ഞാൻ ലിസ്റ്റ് വായിക്കാം. ഗോൾ കീപ്പർ ഗ്രഹാം സ്റ്റാക്ക് ആണ്, സന്ദീപ് നന്ദി അല്ല, ഗ്രഹാം സ്റ്റാക്ക്. നമ്മുടെ ഹോസ്മിന് പകരം വന്നിരിക്കുന്ന ഇഷ്ഫാഖ് അഹമ്മദാണ് വന്നിരിക്കുന്നത്. സെഡ്രിക് എംബറ്റ്, ആരോൺ ഹ്യൂസ് നായകൻ. പിന്നീടുള്ളത് ഫോർവേഡ് സ്ഥാനത്ത് കെവിൻ ബെഫോർട്ട്, മറ്റൊന്ന് CK വിനീത്, ഒപ്പം തന്നെ മുഹമ്മദ് റാഫി. അങ്ങനെ 3 ഫോർവേഡുമാർ തന്നെ ഉണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 4-4-2 എന്ന ശൈലിയിൽ തന്നെയായിരിക്കും കളിക്കുക. ആരോൺ ഹ്യൂസ് ആണ് നായകൻ. പരിക്കേറ്റിരുന്ന അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ നായകനാക്കി തന്നെ അദ്ദേഹം തന്നെ ഇറക്കുന്നു. ഒപ്പം പിന്നീടുള്ളത് മിഡ്ഫീൽഡ് സ്ഥാനത്ത് ഇഷ്ഫാഖ് അഹമ്മദ്, ഹോസു പ്രീറ്റോയ്ക്ക് വരെ ഇഷ്ഫാഖ് അഹമ്മദ് ടീമിലേക്ക് വന്നിരിക്കുന്നു. CK വിനീത്, മെഹതാബ് ഹുസൈൻ, മുഹമ്മദ് റാഫി, സന്ദേശ് ജിങ്കാൻ, ഡെക്കൻ നാസൻ, അസ്നാഖ് മുഹമ്മദ് തുടങ്ങിയ നിരയാണ് പിന്നീട് അണിനിരക്കുന്നത്. കാര്യമായി കഴിഞ്ഞ 11-ൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെയാണ് ടീമിനെ അണിനിരത്തിയിരിക്കുന്നത്. ഇതാണ് അവസാനവട്ട ഇവിടുത്തെ നമുക്ക് ടീം ലിസ്റ്റ് കിട്ടിയപ്പോൾ മനസ്സിലാകുന്നത്. ആരുണ്ട് മനു ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ടീം ലൈനപ്പ് ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ്, ആ വിവരങ്ങൾ കൂടിയാണ് നിലവിൽ ലഭിച്ചത്. ഒരിടവേള. എന്തായാലും സമഗ്രമായ മാറ്റമെന്ന് പറയാൻ ആവില്ലെങ്കിലും ഏറെക്കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇരു ടീമുകളും നിലവിൽ പ്ലേയിങ് 11 നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിൽ പോലും മറ്റ് വിവരങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും കൂടെ പോകേണ്ടതുണ്ട്. എന്തായാലും CK വിനീതിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും മറ്റ് സമഗ്രമായ വിവരങ്ങളും കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അതിനപ്പുറം കൊച്ചിയിൽ ചില അതിഥികൾ കൂടി ഇനി എത്താനുണ്ട്. ബച്ചൻ ഫാമിലിയിൽ അമിതാഭ് ബച്ചനൊപ്പം അഭിഷേക് ബച്ചനും എത്തിച്ചേരുമെന്ന വാർത്ത കൂടിയാണ് നിലവിൽ ലഭിക്കുന്നുള്ളത്. അവർ ഒരുപക്ഷെ അല്പസമയത്തിനകം എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മത്സരം 7 മണിക്ക് ആരംഭിക്കും. ഈ ട്രോളന്മാരെ സംബന്ധിച്ചും എന്തായാലും ഈ കഴിഞ്ഞ ISL സീസൺ ചാകരയായിരുന്നു. ഒരുപക്ഷെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിച്ചാണ് CK വിനീതിനെ ട്രോൾ ചെയ്യുക പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ കോർത്തിണക്കി ട്രോൾ ചെയ്തിട്ടുണ്ട് പല സൈറ്റുകളിലും. അതിലേക്ക് കൂടി എന്തായാലും ട്രോളന്മാർക്കും ചാകരയായിരുന്നു ISL സീസൺ. ഒരുപക്ഷെ വിനീത് ടീമിൽ എത്തിയതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ അത് ടീമിൻ്റെ ഉയർച്ചയിൽ കൂടി കലാശിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ട്രോളുകൾ നിരവധി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കലൂരിൽ നിന്ന് മനു ഒരിക്കൽ കൂടി ചേരുന്നു. മനു, എന്താണ് ഏറ്റവും പുതിയ വിവരം? അതുകൊണ്ട് നമ്മൾ നേരത്തെ അന്തിമ യോന പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞില്ല. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം സ്റ്റീവ് കോപ്പൽ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയവർ തന്നെ ആയിരിക്കും ടീമിനെ ഇറക്കുക. അതായത് ഡെക്കോൺ നാസനും മുഹമ്മദ് റാഫിയും സ്ട്രൈക്കർമാരായി നിൽക്കുമ്പോൾ വിങ്ങുകളിൽ വിനീതും കെവിൻ ബെൽഫോർട്ടും വരും. ആ ഒരു രീതിയിലായിരിക്കാം ഇറക്കുക. ഒപ്പം തന്നെ നേരത്തെ ഹോസുവിന്റെ സ്ഥാനത്തേക്ക് ഇഷ്ഫാഖ് അഹമ്മദ് കൂടി വരുന്നതോടെ ആ പതിവ് 4-4-2 എന്ന ഫോർമേഷനിലേക്കായിരിക്കാം ടീമിനെ കൊണ്ടുപോകുക. ഒപ്പം ഈ അതായത് ഹൈ ബോളുകളിൽ കൊൽക്കത്ത മിടുക്കന്മാരാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഗോൾ കീപ്പറായ ഇന്ത്യൻ ഗോൾ കീപ്പർ സന്ദീപ് നന്ദിനെ മാറ്റി പകരം ഗ്രഹാം സ്റ്റാക്കിനെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അരുൺ, ഈ സന്ദീപ് നന്ദിയുടെ മാറ്റവും ഒപ്പം ഇഷ്ഫാഖ് അഹമ്മദ് ടീമിലോട്ട് വന്നതുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഹോസ് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ഇഷ്ഫാഖ് അഹമ്മദ് പകരം വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. 4-4-2 എന്ന ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ആ ശൈലിയിൽ തന്നെ ആയിരിക്കും ഇന്ന് ടീമിനെ ഏതായാലും ഇറക്കുക. ഒപ്പം തന്നെ അരുൺ, സെഡ്രിക് എംബട്ടും ഡിഫൻസിൽ സെഡ്രിക് എംബട്ടും ആരോൺ ഹ്യൂസും പതിവ് സന്ദർശിക്കാനും പതിവ് പോലെ കോട്ടക്കാക്കാൻ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം മിഡ്ഫീൽഡിലേക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അസ്നാഖ് മുഹമ്മദിനെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണം തന്നെയായിരിക്കാം ഒരു കോപ്പൽ സ്വന്തം ഗ്രൗണ്ടിൽ ലക്ഷ്യമിടുന്നത്. ആരും മനു, ഇവിടെ ഈ ഹോസുവിന് പകരം ഒരുപക്ഷെ പ്രദീപ് ചൗധരിയോ അല്ലെങ്കിൽ റെനോ ആൻഡോ എന്ന ഓപ്ഷൻ ആണ് ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. ഈ ഇഷ്ഫാഖിന്റെ കാര്യം ആരും ഗൗരവമായി പരിഗണിച്ചിരുന്നു പോലുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്താനുള്ള കാരണം എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത് വിവരം? അരുൺ, അതായത് മിഡ്ഫീൽഡിൽ കൂടി ഇറങ്ങി കളിക്കുന്ന താരം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും മിഡ്ഫീൽഡിനൊപ്പം വേണമെങ്കിൽ ഡിഫൻസിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ഇഷ്ഫാഖ് അഹമ്മദ്. പക്ഷേ അദ്ദേഹം ആ രീതിയിലുള്ള തന്റെ കഴിവ് ഇതുവരെ ശരിക്കും തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ദുർബലമായിരുന്നു. എങ്കിൽ പോലും ആ ഒരു രീതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കാം ഇഷ്ഫാഖ് അഹമ്മദിനെ ഹോസുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സ്റ്റീവ് കോപ്പൽ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ റിനോ ആൻഡോ പ്രതിരോധത്തിലേക്ക് വരും എന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് പകരം ഇഷ്ഫാഖ്
ഇസ്താഖ് അഹമ്മദിനെ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യമായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, അരുൺ, ഗ്രഹാം സ്റ്റോക്ക് വന്നതും ഒരു അപ്രതീക്ഷിത തീരുമാനമായിരുന്നു. കാരണം സ്വാഭാവികമായും ഓസു പോയതോടെ ഫീൽഡിൽ ഒരു വിദേശ താരത്തെ ഇറക്കി ശക്തിപ്പെടുത്തുക എന്നൊരു തന്ത്രമായിരിക്കും കോപ്പൽ സ്വീകരിക്കുക എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഫീൽഡിൽ അത്തരത്തിൽ വിദേശ താരത്തെ ഇറക്കാതെ ഇന്ത്യൻ താരത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കോപ്പൽ ചെയ്തത്. അത് തീർച്ചയായിട്ടും ഈ ഹൈ ബോളുകളിൽ സന്ദീപ് നന്ദിക്കുള്ള ഒരു പാളിച്ച ഉണ്ടല്ലോ, അത് മറികടക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഈ കൊൽക്കത്ത എന്ന് പറയുന്ന അവർ ലോങ് റേഞ്ചറുകളിലൂടെയും ഒപ്പം തന്നെ ഹൈ ബോളുകളിലൂടെയും ഗോളുകൾ ചലിപ്പിക്കാൻ മിടുക്കന്മാരായ സംഘമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സ്റ്റീവ് കോപ്പൽ എത്തിയതെന്ന് തോന്നുന്നു. അരുൺ, മറ്റൊരു കാര്യം, ഈ കൊൽക്കത്ത ലൈനപ്പിനെ സംബന്ധിച്ച് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രത്യേകിച്ച് ഹെൽഡർ പോസ്റ്റിക്കയെ നിലവിൽ സെൻട്രലിൽ നിന്ന് അറ്റാക്കായി ഫ്രണ്ടിലേക്ക് ഇറക്കി കളിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചില നേരിയ മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? തന്ത്രങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ വരുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കൊൽക്കത്ത ടീമിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിനോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ആദ്യം നമുക്ക് നൽകിയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആരും പറഞ്ഞ പോസ്റ്റിക്കുവിനെ അറ്റാക്കിംഗ് സ്ഥാനത്തേക്ക് നിർത്തി പൂർണ്ണമായും ഒരു അറ്റാക്കിംഗ് ഗെയിമിലേക്ക് പോവുക തന്നെയായിരിക്കും കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. അതെന്തുകൊണ്ടെന്നാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിന്റെ ഡിഫൻസ് എത്രമാത്രം കടുപ്പമുള്ളതാണെന്ന്. അവർ പൂർണ്ണമായും പ്രതീക്ഷ വയ്ക്കുന്നത് കേരളത്തിന്റെ മധ്യനിരയെ തകർക്കുക എന്നുള്ളതാണ്. അതായത് മധ്യനിരയിൽ കേരളം കളിക്കുന്ന ആ ഡിസ്ട്രാക്ടിംഗ് ഗെയിമിനെ മറികടക്കുക എന്നൊരു തന്ത്രത്തിന് വേണ്ടിയായിരിക്കും പൂർണ്ണമായും ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അവർ കളി നീട്ടാനുള്ള ഒരു സാധ്യതയുമായി വന്നിരിക്കുന്നത്. ആ ഒരു അരുൺ, വളരെ വേഗത്തിൽ തന്നെ കൊൽക്കത്ത ടീമിന്റെ കൂടി ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. അതിനുശേഷം പൂർണ്ണമായ രീതിയിൽ നമുക്ക് ആ ഒരു ടീമിന്റെ കാര്യം കൂടി നമുക്ക് സംസാരിക്കാൻ വരും. മനു വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ISL ഫൈനൽ അല്പസമയം കൂടി മാത്രമാണ് നിലവിൽ ഇനി ഉള്ളത്. ഇരു ടീമുകളുടെയും ലൈനപ്പ് ആയിട്ടുണ്ട്. കൊൽക്കത്തയുടെ ഒരു സാഹചര്യം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് കൂടി മനു വിവരങ്ങൾ നൽകും. മനു, വിവരങ്ങൾ. തീർച്ചയായിട്ടും അരുൺ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ പോസ്റ്റിക്കിനെയും ഒപ്പം തന്നെ ഇയാൻ ഹ്യൂമിനെയും മുൻനിർത്തിയുള്ള ഒരു ആക്രമണ രീതിക്കാണ് ഹൊസെ മൊളീന അവരുടെ കോച്ച് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഡിഫൻഡർ, ഞാൻ ടീമിന്റെ ലിസ്റ്റ് പൂർണ്ണമായും വായിക്കാം. ഡിഫൻഡർ സ്ഥാനത്ത് ഹെൻറിക് സെറാറോ പോർച്ചുഗൽ, ജോസ് ലൂയിസ് എസ്പാനിസ് സ്പെയിൻ, ഫോർവേഡ് സ്ഥാനത്ത് ഇയാൻ ഹ്യൂം, ഒപ്പം തന്നെ ഹെൻറി പോസ്റ്റിക്കോ എന്നിങ്ങനെയാണ് ഫോർവേഡ് സ്ഥാനം. മിഡ്ഫീൽഡ് സ്ഥാനത്തേക്ക് ജുവൽ രാജ ഷെയ്ഖ് ഇന്ത്യ, ഒപ്പം സമീക് ഗൗത്തി, ഒപ്പം ലാൽ റിംഗ റാൾട്ടെ എന്നിങ്ങനെയാണ് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക്. അതായത് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ച് സമീക് ഗൗത്തി ഒഴിച്ച് അദ്ദേഹം പൂർണ്ണമായും ഇന്ത്യൻ താരങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമീക് ഗൗത്തി എന്ന സൗത്ത് ആഫ്രിക്കൻ താരം മെനയുന്ന തന്ത്രങ്ങളായിരിക്കും ഈ മത്സരത്തിന്റെ ഗതി ഒരുപക്ഷെ മിഡ്ഫീൽഡിൽ കൊൽക്കത്തയിൽ നിർണ്ണയിക്കുക. കാരണം അത്രമാത്രം വേഗതയുള്ള മിടുക്കനായ താരം കൂടിയാണ് സമീക് ഗൗത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വളരെ വേഗതയിൽ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും എതിർ ടീമുകൾക്ക് ഭീഷണിയാവുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് കേരളം നേരിടേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹം ടീമിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉൾപ്പെടുത്തുന്ന ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യമാണ്. ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവ്ജിത്ത് മജുംദാറാണ് അവരുടെ ഗോൾ കീപ്പർ. ഒപ്പം തന്നെ മിഡ്ഫീൽഡിൽ ലാൽ റെൻഡിക റാൾട്ടയുണ്ട്, ഒപ്പം തന്നെ കീഗൻ പെരേരയുണ്ട്, ഒപ്പം ജുവൽ രാജയുണ്ട്. അങ്ങനെ അഞ്ചോളം ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീമിനെ ഇറക്കുന്ന ഒരു ഇന്ത്യൻ പങ്കാളിത്തം തന്നെയാണ് കൊൽക്കത്ത ടീമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും ശക്തമായ രീതിയിൽ ആക്രമിച്ചു കയറുക, അതായത് ഇയാൻ ഹ്യൂമിനെ മുന്നിൽ നിർത്തിയുള്ള ആക്രമണം തൊട്ടുപുറകിൽ സഹായത്തിനായി ഹെൽഡർ പോസ്റ്റിക്ക് ഉണ്ടാകും. ഇയാൻ ഹ്യൂമിനെ നിർത്താൻ നമുക്കറിയാം കേരളത്തിന്റെ ശക്തിയും ഗ്രൗണ്ടിലെ ഓരോ മുക്കും മൂലയും കാണാപ്പാടമായ കളിക്കാരനാണ്. ഒപ്പം തന്നെ കേരളത്തിന്റെ ഈ കാണികളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള കളിക്കാരനാണ് ഇയാൻ ഹ്യൂം. അതുകൊണ്ട് തന്നെയായിരിക്കും ഹ്യൂമിനെ മുൻനിർത്തിയുള്ള ഒരു ആക്രമണത്തിന് അദ്ദേഹം പോയിരിക്കും. അവരുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ കൂടിയാണ്. കഴിഞ്ഞ ദിവസം സെമിഫൈനലിൽ നമ്മൾ കണ്ടതാണ്, മിന്നൽ പോലെ 2 ഗോളുകൾ അടിച്ച് അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മുംബൈക്കെതിരായ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഹ്യൂം. ഒപ്പം തന്നെ മാർക്കി താരം ഹെൽഡർ പോസ്റ്റിക, അദ്ദേഹവും മികച്ച ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും മുൻനിർത്തിയുള്ള തന്ത്രത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രാതിനിധ്യം വളരെ വലുതാണ്. 5 ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ലൈനപ്പ് കൂടിയാണ്. ഒപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബോർജ ഫെർണാണ്ടസ് അവരുടെ ക്യാപ്റ്റന്റെ കാര്യം. മിഡ്ഫീൽഡിൽ ഇത്ര മനോഹരമായ നീക്കങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഒരു കളിക്കാരൻ ഒരു പക്ഷേ ഈ ലീഗിൽ നമ്മൾക്ക് കാണാൻ വിരളമായ കളിക്കാരൻ കൂടിയാണ് ബോർജ ഫെർണാണ്ടസ്. അതുതന്നെ ബോർജ ഫെർണാണ്ടസിനെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ നിലവിലെ ലൈനപ്പിനെ കുറിച്ചാണ് മനു. ഇവിടെ സുദേശ്, യഥാർത്ഥത്തിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ ഒരു ലൈനപ്പാണ് നിലവിൽ കേട്ടിട്ടുള്ളത്. 5ഓളം ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. സമീക് ദൗത്തി അവരുടെ പ്ലേ മേക്കർ, അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചു. ഒപ്പം ഇയാൻ ഹ്യൂം, ഹെൽഡർ പോസ്റ്റിക, അദ്ദേഹം അറ്റാക്കിംഗ് സ്ഥാനത്തേക്ക് വരുന്നു. എന്താവും നിലവിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കൊൽക്കത്ത പരിശീലകൻ?
തീർച്ചയായും വളരെ സൂക്ഷിച്ച് കളിക്കുക എന്നുള്ള ഫൈനൽ മത്സരമാണ്, ഇനിയൊരു അവസരമില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച്, പരീക്ഷണങ്ങൾക്ക് വലിയ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പ്രതിരോധത്തിലേക്കും സെൻട്രൽ മിഡ് ഡിഫൻസിലേക്ക് 2 വിദേശ താരങ്ങളെ അദ്ദേഹം നിയോഗിക്കുന്നു. വിങ്ങുകളിൽ 2 ഇന്ത്യൻ താരങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ഈ ഇന്ത്യൻ താരങ്ങൾ മാത്രം അണിനിരക്കുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം അണിനിരക്കുന്ന ഒരു പ്രതിരോധം ഇതുപോലെ ബെൽഫോർട്ടും വിനീതും പോലുള്ള താരങ്ങൾക്കെതിരെ അത്ര ഭദ്രമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാവി ലാറ എന്ന അവരുടെ പ്ലേ മേക്കറെ അദ്ദേഹത്തിന് ഇന്ന് ഇറക്കാൻ സാധിക്കുന്നില്ല. ബോർജ ഫെർണാണ്ടസ് കളിക്കുന്നുണ്ട്. ജുവൽ രാജയെ വീണ്ടും പരീക്ഷിക്കുകയാണ്. പലപ്പോഴും പരീക്ഷിച്ച് അത്ര വിജയം കാണാതിരുന്ന ജുവൽ രാജയെ പരീക്ഷിക്കുന്നു. സമീക് ദൗത്യയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പോസ്റ്റിഗയുടെയും ഹ്യൂമിൻ്റെയും ഗോളടി മികവിൽ കൂടി വിശ്വസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് സമാനമായ ഒരു തന്ത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മധ്യനിരയിൽ വലിയ റിസ്ക് എടുത്ത് വലിയ കളി കളിക്കാൻ സാധ്യതയില്ലാതെ പ്രതിരോധം ഭദ്രമാക്കുകയും ഒപ്പം ആക്രമണത്തിൽ തൻ്റെ ഏറ്റവും മികച്ച താരങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിൻ്റെ തന്ത്രത്തിന് അതേ നാണയത്തിലൊരു മറുപടി നൽകുക എന്ന രീതിയിലുള്ളൊരു തന്ത്രമാണ് ഇന്ന് മൊളീന കൊണ്ടുവന്നിരിക്കുന്നത്. അത് എത്രത്തോളം കളി, ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ കളി തുടങ്ങി കഴിയുമ്പോൾ മാത്രമേ ഈ ഫോർമേഷനിലെല്ലാം ഒരു വ്യക്തത വരൂ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കളിക്ക് ശേഷം പലപ്പോഴും ഇതിൽ മുഴുവൻ മാറ്റം വരാനുള്ള, പല താരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാനുള്ള സാധ്യതകളും നമ്മൾ കാണണം. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കൊൽക്കത്തയും പ്രയോഗിച്ചിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് കളിക്കുക, അല്ലെങ്കിൽ ആദ്യ പകുതിയിലെങ്കിലും പ്രതിരോധത്തെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിനെ ഒരു ഗോൾ നേടുന്നതിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കിട്ടുന്ന അവസരം മുതലെടുക്കാൻ ഹ്യൂമിനെയും പൊസ്റ്റിഗയും പോലുള്ള താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി അത്തരം ഒരു ഗെയിം പ്ലാൻ ചെയ്യാൻ വേണ്ടി മൊളീനയ്ക്ക് കുറേ കൂടെ ധൈര്യം ലഭിച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും നിർണായകമാകുക ഇഷ്ഫാഖ് അഹമ്മദ് കളിക്കുന്ന ലെഫ്റ്റ് വിങ് ബാക്ക് സ്ഥാനത്ത് അതുവഴി വരുന്നത് സമീക് ദൗത്യ എന്ന അതിവേഗക്കാരനായ സൗത്ത് ആഫ്രിക്കക്കാരനാണ് അതുവഴി പന്തുമായി വരുന്നത്. അദ്ദേഹത്തിന് ഓവർലാപ്പ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ഡ്രിബിളിംഗ് പാഠം നമ്മൾ പലതവണ കണ്ടതാണ്. ഇഷ്ഫാഖിനെ പോലെ പ്രായം ചെന്ന ഒരു താരത്തിന്, അല്ലെങ്കിൽ തൻ്റെ വേഗം നഷ്ടപ്പെട്ട ഒരു താരത്തിന് എത്രത്തോളം സൗമികിനെ പൂട്ടാൻ സാധിക്കും എന്നറിയില്ല. എങ്കിൽ പോലും അത്തരമൊരു തന്ത്രം കോപ്പൽ മറ്റെന്തെങ്കിലും തന്ത്രം മനസ്സിൽ കണ്ടായിരിക്കാം അത് ആസൂത്രണം ചെയ്തത്. ഇവിടെ കൊൽക്കത്തയും കേരളത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്നുള്ള രീതി അവലംബിച്ചിരിക്കുന്നു. അപ്പോൾ കളത്തിലാണ് ഇന്നത്തെ കളി. നമുക്ക് ആദ്യം വലിയ മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ അതിവേഗ ചലനങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ കളിച്ച് പരസ്പരം അറിഞ്ഞുകൊണ്ട് രണ്ടാം പകുതിയിൽ കൂടുതൽ മികച്ച തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭേദപ്പെട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതായിരിക്കാം 2 പരിശീലകരുടെയും മനസ്സിൽ. ഈ ഫൈനലിൽ റിസ്ക് എടുക്കാൻ, എതിരാളികളുടെ തട്ടകത്തിൽ റിസ്ക് എടുക്കാൻ കൊൽക്കത്ത തയ്യാറായില്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥിരം 11 പരീക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വലിയ പരീക്ഷണം തന്നെ അവർ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് കളിയോടുകൂടി നമുക്ക് തിരിച്ചറിയാനാകും. അതെ, ജിജു ജേക്കബ്, വലിയ മാറ്റങ്ങളാണ്, ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് കൊൽക്കത്തയും നിലവിൽ വരുത്തിയിട്ടുള്ളത്. 2 ടീമുകളിലും അത്തരത്തിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 5 ഇന്ത്യൻ താരങ്ങൾ, സെൻട്രൽ മിഡ്ഫീൽഡിൽ 2 വിദേശ താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ടീം ഫോർമേഷൻ നിലവിൽ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ ഇതിനെ? തീർച്ചയായിട്ടും അത്ലറ്റിക്കോ ഡി കൽക്കത്ത അവരുടെ ഫൈനൽ മത്സരം എവേ ആയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് ആദ്യ 15 മിനിറ്റ് അവരെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ്, 2 ടീമിനെ സംബന്ധിച്ചോളം. പക്ഷേ ആധിപത്യം ആരെടുക്കും എന്നുള്ളത്, കാരണം കൽക്കട്ടയെ സംബന്ധിച്ചോളം അവരുടെ യൂഷ്വൽ ഗെയിം എന്ന് പറയുന്നത് പാസിംഗ് ഗെയിമാണ്. അപ്പം ആ ആധിപത്യം, അതിൽ അവർക്ക് എങ്ങനെ എതിരാളികളുടെ മേലിൽ മാനസികമായിട്ടും ഉള്ള ഒരു സമ്മർദ്ദം നിലനിർത്തി അത് തുടർച്ചയായി അത് തുടർന്നുള്ള സമയങ്ങളിലും കൊണ്ടുപോകുക എന്നുള്ള തന്ത്രമായിരിക്കും കൽക്കട്ടയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി സാവി ലാറയെ പോലെ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ, മിഡ്ഫീൽഡ് ജനറലിനെ മാറ്റി നിർത്തി അറ്റാക്കിംഗ് സൈഡിൽ പോസ്റ്റിക്കയുടെ കൂടെ ഹ്യൂസിനെ കൂടി കൊണ്ടുവന്നത്. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥയും അല്ലെങ്കിൽ കളിക്കാരുടെ അല്ലെങ്കിൽ കാണികളുടെ കുറച്ച് സപ്പോർട്ട് ഹ്യൂമിന് ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ പൊതുവായിട്ടുണ്ട് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആധിപത്യം കൂടി ആയിരിക്കണം കൽക്കട്ട ആദ്യത്തെ 15 മിനിറ്റും പിന്നീടുള്ള സമയത്ത് ഈ തരത്തിലുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, ഇപ്പോൾ CK വിനീതിൻ്റെ കണ്ണൂർ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ചേരുന്നു. ജോഷില, മത്സരം ആരംഭിക്കാൻ അല്പസമയം മാത്രമാണ് ഉള്ളത്. വലിയ പ്രതീക്ഷയാണ് വിനീതിൽ ഉള്ളത്. എങ്ങനെയാണ് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്, പരിസരം, ആ വീട് ഒക്കെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? വലിയ പ്രതീക്ഷയിലാണോ അവർ? അരുൺ, തീർച്ചയായും CK വിനീതിന്റെ നാടായ വട്ടിപ്പുറത്താണ് ഞാനുള്ളത്. സൂപ്പർ ലീഗിന്റെ ഫൈനൽ ആരംഭിക്കാനിരിക്കെ വട്ടിപ്പുറത്തെ ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരകം CK വിനീതിനെ അവർ എങ്ങനെയെങ്കിലും വിജയത്തിലെത്തിക്കാൻ, ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലെത്തിക്കാൻ CK വിനീതിന് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. നല്ല ഗോളുകൾ, മിന്നുന്ന വിജയം ബ്ലാസ്റ്റേഴ്സിനുള്ളതാണ്
മാത്രമല്ല വട്ടിപ്രത്ത് ഇപ്പോൾ ഒരു വൻ ജനാവലി ഇവിടെ ഇരുന്നാണ് ഇവർ കളി കാണുക. ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് വിനീതിന്റെ കുടുംബാംഗങ്ങളും എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ നടക്കുന്ന ആരവങ്ങളാണ്. വിനീതിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാട് ഒരുക്കിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. വിനീതിന്റെ പഴയ സുഹൃത്തുക്കളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, വിനീതിനെ കുറിച്ച് ചോദിക്കാം. വിനീതിന്റെ ഇന്നത്തെ കളി, അതിൽ എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? സി കെ വിനീതിന്റെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നമ്മുടെ വട്ടിപ്പുറത്തിന്റെ മുത്തായിട്ടുള്ള സി കെ വിനീത് എന്തായാലും ഇന്നൊരു 3 ഗോളെങ്കിലും സ്കോർ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികളുടെയും ആവേശം കാണുമ്പോൾ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഉയർത്തും. വിനീതിന്റെ കരുത്തിൽ തന്നെ കപ്പ് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കാലത്ത് മുതൽ തന്നെ നമ്മുടെ പ്രവർത്തകര് ആവേശത്തിലാണ്. ഡെക്കറേഷൻ, അതുപോലെ തന്നെ 4 മണിക്ക് നമ്മുടെ ശിങ്കാരിമേളത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ശിങ്കാരിമേളം, അതിനുശേഷം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഇപ്പോൾ ഇതാ ഇഷ്ടം പോലെ എത്ര ആളുകൾക്ക് വേണമെങ്കിലും ബിരിയാണി കൊടുക്കാനാണ് നമ്മളിവിടെ തയ്യാറായിട്ടുള്ളത്. എല്ലാ ആളുകളും ബിരിയാണി തിന്നിട്ടേ ഇവിടുന്ന് പോവുകയും ചെയ്യും. നമ്മൾ ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഉയർത്തുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അരുൺ, ഇപ്പോൾ സി കെ വിനീതിന്റെ മാതാപിതാക്കൾ കളി കാണാനായി എത്തിയിരിക്കുകയാണ്. ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള സ്ക്രീനിന് മുന്നിൽ കളി കാണാനായി എത്തിയിരിക്കുകയാണ്. വിനീതിന്റെ അച്ഛൻ ആണ് ഞങ്ങളുടെ കൂടെയുള്ളത്. മകന്റെ ഇന്നത്തെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ പ്രകടനം മകന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം എന്നുള്ള നിലക്ക് മകനാവാവുന്നതിൻ്റെ മാക്സിമം ഇന്ന് ചെയ്യുന്നുള്ളതാണ് മകൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുന്ന ആ രീതിയിൽ ആവാവുന്ന പരമാവധി ചെയ്യും. ആ മകൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഈ നാട്ടുകാരുടെ ഈ ആവേശം കാണാൻ, ഈ ആവേശത്തിന് കൊടുക്കാനുള്ള പ്രതിഫലം ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം മാത്രമാണ്. നല്ല പ്രതീക്ഷയാണ്. ഇന്ന് എന്തായാലും വിജയിക്കണം എന്നാണ് മനസ്സിലാഗ്രഹം. അതുപോലെ തന്നെ നടക്കുമായിരിക്കും. അതിനേക്കാൾ സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. വിനീത് വിജയിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ. എനിക്ക് ഗോളടിക്കുക കൂടി ചെയ്താൽ സന്തോഷമായി. ഇത്ര തന്നെ. നാട്ടുകാരോടൊപ്പം കളി കാണാനായി എത്തിയിരിക്കുകയാണ്. വലിയ സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കളി അവസാനിക്കുന്നത് വരെ അവർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, ജൂഷില വിവരങ്ങൾ നൽകിയത് സി കെ വിനീതിൻ്റെ വീട്ടിൽ നിന്ന്. എന്തായാലും വലിയ ബിഗ് സ്ക്രീനിലൊക്കെ കളിയൊരുക്കി വലിയ തരത്തിലാണ് അവർ സ്വന്തം നാട്ടിലെ സൂപ്പർ സ്റ്റാറിൻ്റെ മത്സരത്തെ ആഘോഷമാക്കി മാറ്റാൻ ഒരുങ്ങിയിട്ടുള്ളത്. സി കെ വിനീത് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ നേടിയ ഗോളുകളാണ് കണ്ടത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉണ്ടാകുന്നത്. സുദേശ്, എന്തായാലും ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ താരങ്ങൾ ആരൊക്കെയാകുമെന്നാണ് താങ്കൾ കരുതുന്നത്, പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? ഇന്ന് മത്സരം ആര് ജയിച്ചാലും കാണികളായിരിക്കും ആദ്യത്തെ താരം എന്നുള്ള അഭിപ്രായമാണ് ഒന്നാമതായി പറയുന്നത്. കളിയെ കുറച്ച് കണ്ട് പറയുകയല്ല. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നമുക്കറിയാം, പ്രതിരോധത്തിൽ ഹെങ്വർത്തും ഹ്യൂസും അവരുടെ മികച്ച പ്രകടനങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ രക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആ കളിയിലെ താരങ്ങളായി മാറുന്നതും നമ്മൾ കണ്ടതാണ്. ഹെങ്വർത്ത് 2 തവണയോളം 2-3 തവണ മികച്ച പ്ലെയറിനുള്ള പുരസ്കാരം നേടുന്നു കണ്ടതാണ്. മധ്യനിരയിൽ അസ്രാഖ് മെഹമ്മത്ത് പലപ്പോഴും വളരെ സൈലൻ്റായി കളിക്കുന്ന ഒരു താരം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ മികവ് പല ഘട്ടങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വളരെ അനുകൂലമായി മാറിയിട്ടുണ്ട്. എന്നാൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാത്തത് കാരണം പലപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ബെൽഫോർട്ടിനെയും വിനീതിനെയും ഏറ്റവും നമ്മുടെ മുന്നേറ്റ നിരയിൽ എടുത്തു പറയേണ്ട താരങ്ങൾ. ഇവർ ഗോൾ നേടിയാൽ ഇവരിലൊരാൾ താരമാകുമെന്ന് തന്നെ പറയാം. മറുപക്ഷത്ത് എപ്പോഴത്തെയും പോലെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെ ഗോൾ നേടാൻ 4 മത്സരങ്ങളിൽ ഇതുവരെ ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല ഹ്യൂമിന് എന്നുള്ള ഒരു കുറവുണ്ടെങ്കിൽ പോലും അത് ഇന്നത്തെ മത്സരത്തിൽ നികത്തപ്പെടുകയാണെങ്കിൽ ഹ്യൂം താരമാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ബോർജ ഫെർണാണ്ടസ് നല്ല താരമാണ്. സമീക് ദൗത്തി അദ്ദേഹവും ഒരു കളി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കളിയുടെ ഭാവി നിയന്ത്രിക്കാൻ പോകുന്ന താരങ്ങളാണ് അവരുടെ നിരയിലുള്ളത്. അപ്പോൾ ഇവരിലൊരാളായിരിക്കാം ഇന്നത്തെ താരം. നമ്മുടെ ബെൽഫോർട്ടോ വിനീതോ ആകട്ടെ ആ താരം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. തീർച്ചയായും. എന്തായാലും ശ്രീ ജിജു ജേക്കബ്, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരുപക്ഷെ ഒരു ഗോൾ ശരാശരി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ, എത്ര ഗോളിന് ടീം ജയിക്കും എന്നത് സംബന്ധിച്ചും ഒപ്പം മറ്റ് പ്രതീക്ഷകൾ കൂടി എങ്ങനെയാണ്?
തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകൾക്കും ഗോൾ അവസരങ്ങൾ തുറന്ന് വളരെ നന്നായിട്ട് തന്നെ ലഭിക്കും ഇന്നത്തെ മത്സരത്തിൽ. കാരണം കലാശക്കളിയുടെ മാത്രമല്ല രണ്ട് ടീമുകളും അറ്റാക്കിംഗ് തേർഡിൽ വളരെ അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അത്ലറ്റിക്കോ ഡി കൽക്കട്ടയുടെ ഭാഗത്തു നിന്ന് അവരുടെ ചാൻസ്, അതായത് 3 ചാൻസുകൾ ലഭ്യമാകുന്നതിൽ 1 വീതം ഗോളുകൾ രണ്ട് ടീമുകളും നേടുകയാണെങ്കിൽ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി 2-1 എന്ന സ്കോർ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2-1 എന്നുള്ളത് അത് എങ്ങനെയാണ് ഈ പൊതുവിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വീഴുന്ന ഗോളുകൾ അങ്ങനെയാണോ? ആദ്യം അവർ രണ്ടാമത് നമ്മൾ തിരിച്ചടിക്കുന്നു, അങ്ങനെയാണോ? ഞാൻ ഉദ്ദേശിച്ചത് ആ കിട്ടുന്ന ചാൻസുകളിൽ 3 ചാൻസിൽ 1 ഗോൾ ആക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 6 ചാൻസ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ 6 എണ്ണത്തിൽ 2 എണ്ണം ഗോളായി കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയത്തോടു കൂടി 3ാമത് ISNL കിരീടം നേടും. യെസ്, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാണികളെ സംബന്ധിച്ചാണ് അവർ തന്നെയാണ് അൾട്ടിമേറ്റ്ലി താരങ്ങൾ എന്നുള്ളത്. അതിനുമപ്പുറം താങ്കൾ ശ്രദ്ധ വെക്കുന്ന ചില പ്രത്യേക താരങ്ങൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഓരോരുത്തർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ വിനീത് അടക്കമുള്ള താരങ്ങൾ, അങ്ങനെ പ്രത്യേകം പ്രതീക്ഷകളുണ്ടല്ലോ, അങ്ങനെ? തീർച്ചയായിട്ടും വിനീതിൻ്റെ കാര്യത്തിൽ, കാരണം ഈ ISLലിൻ്റെ അവസാന, കാരണം ബ്ലാസ്റ്റേഴ്സ് ഒരു വിധത്തിൽ നമ്മൾ ശരിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ മുടന്തി നീങ്ങുന്ന ഒരു സമയത്തായിരുന്നു വിനീതിൻ്റെ വരവും. അത് വിനീത് ശരിക്കും പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു വളരെ കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ തനിക്ക് കിട്ടിയ ചാൻസ് അത് കൃത്യമായി ഗോളുകളാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പാടവം വന്നു. അത് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നു. അതിൽ തീർച്ചയായിട്ടും ഇന്നും അത് തന്നെ ഉണ്ടാകും എന്ന്, കാരണം റാഫി അദ്ദേഹം ഈ ഒരു തേർഡ് ISLൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ISLകളുമാരി ശോഭിക്കാനുള്ളൊരു അവസരം ലഭിച്ചിട്ടില്ല. അത് മുഴുവനും അത് മറന്ന് തൻ്റെ പോരായ്മ അത് ഇന്നത്തെ കളി തൻ്റേതാക്കാനുള്ള ശ്രമം റാഫിയുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടായാൽ നമ്മൾക്ക് കാണികൾക്ക് വളരെ നല്ല ഒരു വിരുന്ന് തന്നെ ഉണ്ടാകും.